അപ്പോൾ കൂട്ടുകാരിൽ നിന്ന് നമുക്ക് കുറച്ച് നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു പുട്ടുണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് ഒരു 1.5 കപ്പ് ഗോതമ്പ് പൊടിയുണ്ട്, കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഉപ്പിട്ടെടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ആദ്യം ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. നമ്മുടെ ഫ്രഷ് തേങ്ങ നമ്മളിത് ഗോതമ്പ് പൊടിക്കകത്ത് ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പാല് എല്ലാം നമ്മുടെ പൊടിയിലോട്ട് ചേർന്ന് കഴിയുമ്പോണ്ടല്ലോ പൊടിക്ക് നല്ല നമുക്കൊരു ടേസ്റ്റും കിട്ടും. പിന്നെ നമുക്ക് പൊടി കട്ടയാവാതെ കുഴച്ചെടുക്കാനും പറ്റും. അപ്പോൾ അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത്. അത് പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ തേങ്ങ നമ്മൾ ഫ്രീസറിൽ നിന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. അതിന് ഇച്ചിരി വെള്ളമയം ഉണ്ടാവും, അപ്പോൾ അത് ഒന്നുകൂടി നല്ലതായിരിക്കും. ഇത് ഫ്രഷ് തേങ്ങ ആകുമ്പോൾ അതിൻ്റെ വേറെ ടേസ്റ്റ്, അതിന് ഇത് ഫ്രഷ് തേങ്ങയ്ക്ക് അതിൻ്റെതായ പാലിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം വരികയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ കുഴച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇപ്പം നമ്മുടെ കുറച്ച് തേങ്ങയിട്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഗോതമ്പ് പുട്ടിന് നമ്മൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിനായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ തളിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ എന്നിട്ട് നമ്മൾ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ ഒന്ന് കറക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യാതെ നമ്മളിത് ഇതേപോലെ ഒന്ന് ഏതെങ്കിലും ഒരു ഡയറക്ഷൻ, എപ്പോഴും ഒന്നില്ലെങ്കിൽ റൈറ്റ് ഓഫ് പോസിറ്റീവ്, ഇതിൽ ഏതാണ് നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഈ പൊടി ചെറിയ കട്ടകൾ വരുന്നത് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ഒരു ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അതിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലാണ് ചെയ്യുന്നത്, ഇതിന് നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഞാൻ കംപ്ലീറ്റ് ഒന്ന് പയ്യെ കുഴച്ചെടുത്തിട്ട് അവസാനം കാണിച്ചു തരാവേ. നമ്മുടെ പുട്ടിൻ്റെ നനവൊക്കെ ഒരുമാതിരി ആവാറായിട്ടുണ്ട്. ഇനി നമുക്ക് പക്ഷേ ഇച്ചിരി നനച്ചു കൊടുക്കണം. അത് നമ്മളിത് ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കണം. ശരിക്കും ഒന്ന് പിടിച്ചാലാണ് നമുക്കതിൻ്റെ കൂട്ട് ശരിയായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ ചെറിയൊരു നനവും കൂടി ഉണ്ട്. അപ്പം നമുക്ക് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ വിരൽ വെച്ചിട്ട് നമുക്ക് ഈ വരുന്ന ഈ കട്ടകളൊക്കെ ഒന്ന് ഒടിച്ച് നമുക്ക് അതിനകത്തൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഗോതമ്പ് എപ്പോഴും നല്ലതാണ്. ഡയബറ്റിക് രോഗികൾക്കായാലും നമുക്കായാലും അരിപ്പുട്ടിനേക്കാളും ഏറ്റവും ഗുണകരം ചെയ്യുന്നതാണ് ഗോതമ്പ് പുട്ട്. നമുക്കിതിനകത്ത് അയണും കാര്യങ്ങളും എല്ലാം കിട്ടും, കൂടുതൽ ഫൈബർ കിട്ടും. അതാണ് ഏറ്റവും വലിയ അതിൻ്റെ ഉപയോഗം. അപ്പോൾ ചിലർക്കൊന്നും ഇഷ്ടമാവില്ല ഗോതമ്പ് പുട്ട്. പക്ഷെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആഴ്ചയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പിൻ്റെ പുട്ടായിട്ട് ചപ്പാത്തി പലരും ഉണ്ടാക്കുന്നുണ്ടാവുമായിരിക്കും. അതും ഇത് തന്നെ ഗുണം ചെയ്യുന്നതാണ്. ഫൈബറും കാര്യങ്ങളെല്ലാം കിട്ടും. പക്ഷെ നമുക്ക് ആഴ്ചയിൽ ഒരിക്കുകയാണെങ്കിലും നമ്മുടെ ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ അത് നല്ലൊരു ഡയറ്റ് ആവുകയും ചെയ്യും. പിള്ളേർ പയ്യെ സാധാരണ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ ചെറുപയർ കറിയോ പഴമോ അല്ലെങ്കിൽ കടലയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള കറികളെടുക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ ബീഫ് കറിയും ചിക്കൻ കറിയും കൂടി കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പറാകാം കേട്ടോ. നമ്മൾ ആർക്കും കൊടുത്ത് തിന്നുകയില്ല, അതേപോലത്തെ സൂപ്പറായിരിക്കും. നല്ല ബീഫ് കറിയും ചിക്കൻ കറിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പിള്ളേരുടെയും നമ്മുടെ എല്ലാവരുടെയും ഒരു സ്പെഷ്യൽ ഐറ്റം അല്ലേ. ഡെയിലി നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പം നോക്കി കൂട്ടുകാരെ, നമ്മുടെ പൊടിയൊക്കെ നമ്മൾ പിടിച്ചത് ഇതേപോലെ ഒരു പിടിയായിട്ടിരിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ ഗോതമ്പ് പുട്ടിൻ്റെ കറക്റ്റ് നനവ്. അപ്പോൾ നമ്മുടെ പുട്ട് നമ്മൾ കുറ്റിയിലേക്ക് ഇട്ട് കഴിഞ്ഞാലും ഇത് പൊടിഞ്ഞു പോകത്തില്ല, നമുക്ക് നല്ല ഒറ്റ പീസായിട്ട് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ അതിൻ്റെ പുട്ട് പൊടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്.
ഞാനത് പുട്ടുകുറ്റിയിലിട്ട് പുട്ടുണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചില്ലിട്ട് കൊടുക്കുക. ചില്ല് നേരെയാണോ എന്ന് നോക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കണം. ചില്ല് താഴെ പോവാതെ സൂക്ഷിക്കണേ. പിന്നെ ഓരോരുത്തരുടെ ഇതിൻ്റെ അനുസരിച്ച് പുട്ടിൻ്റെ കുറ്റിയുടെ സൈസും കൈയുടെ വലിപ്പം അനുസരിച്ച് പൊടിയിട്ട് കൊടുക്കാം. അപ്പം ഞാനിത് ഒരു കഷ്ണത്തിന് ഇട്ടു. ഇനി നമുക്ക് അടുത്ത കഷ്ണത്തിന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗോതമ്പ് പുട്ടിന് സ്പെഷ്യൽ കൂടുതൽ തേങ്ങ നല്ല ടേസ്റ്റ്, അരിപ്പുട്ടിനേക്കാളും കൂടുതൽ ടേസ്റ്റായിരിക്കും. അത് പ്രത്യേകിച്ച് നമ്മുടെ ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇനി നമുക്കിത് അടുത്ത ഇപ്പോൾ രണ്ട് സ്ലൈസിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ഒരു ഇതും കൂടി ഇട്ട് കൊടുക്കാം. കുത്തി നിറയ്ക്കരുത് കേട്ടോ. കുത്തി നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവി പുറത്തുനിന്ന് പോരാനായിട്ട് സമയം എടുക്കും. തന്നെയല്ല പുട്ടിൻ്റെ കുറ്റിക്ക് വെയിറ്റും കൂടും. അപ്പോൾ ഇത് ഇങ്ങനെ ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ചുകൂടി തേങ്ങ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി പുട്ടുകുറ്റിക്കകത്ത് വെച്ചിട്ട് ആവി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്കിയിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ, അത് അടച്ചു വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഉണങ്ങിപ്പോകും. അപ്പോൾ അതിനായിട്ട് നമ്മളിത് ഇതിനെ ഒന്ന് ഇതേപോലെ ഒന്ന് ഞെക്കി വയ്ക്കുക. ആദ്യം തന്നെ ഒന്ന് ഞെക്കി വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ പിന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി ഉണങ്ങില്ല. ഗോതമ്പ് പുട്ട് ആവി വന്നാൽ ഇതേപോലെ നന്നായിട്ട് ആവി വരെയും വേണം. അതിന് കുറച്ച് സമയം ഇരിക്കുകയും വേണം. കാരണം ഗോതമ്പിന് ഇച്ചിരി വേവുണ്ട്, നമ്മുടെ അരിപ്പുട്ട് പോലെയല്ല. അപ്പം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമുക്കെടുക്കാം. അപ്പം നോക്കി നമ്മുടെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പുട്ട് കുത്തിയെടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുന്നുള്ളത്. കണ്ടോ, നമ്മുടെ ഗോതമ്പ് പുട്ട് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ കൂട്ടുകാരെ, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. ഫുൾ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.